സ്വാഗതം. ന്യൂസ് അപ്ഡേറ്റ്സ് ആരംഭിക്കുന്നു. നോക്കാം തലക്കെട്ടുകൾ. മൂന്നാഴ്ച നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ മഹാരാഷ്ട്രയിലെ മന്ത്രിസഭാ വികസനം അല്പസമയത്തിനകം. 34 മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ നാഗ്പൂരിലെ നിയമസഭാ മന്ദിരത്തിൽ. 14 മന്ത്രിമാർ BJPയിൽ നിന്ന്, ശിവസേനയ്ക്ക് 13ഉം NCPക്ക് 7ഉം മന്ത്രിസ്ഥാനങ്ങൾ. റോഡ് ഷോയുമായി മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്. കേരളത്തിലെ റോഡുകൾ മരണവഴികളാകുന്നു. മിക്കയിടത്തും അപകടം വിളിച്ചു വരുത്തുന്നത് അശാസ്ത്രീയ റോഡും അമിത വേഗവും. അപകടപാതകളിലൂടെ ന്യൂസ് 18 വാർത്താ സംഘം നടത്തിയ അന്വേഷണം യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്. റോഡിൽ ഇന്നു പൊലിഞ്ഞത് 4 ജീവൻ. കോന്നി കൂടലിൽ വാഹനാപകടത്തിൽ മരിച്ചത് മല്ലശ്ശേരി സ്വദേശികൾ. വിമാനത്താവളത്തിൽ നിന്നും മടങ്ങിയ കാറിടിച്ചത് അയ്യപ്പൻ ഭക്തന്മാരുടെ വാഹനത്തിൽ. മരിച്ചവരിൽ മധുവിധു കഴിഞ്ഞ് മലേഷ്യയിൽ നിന്നും മടങ്ങിയ നവദമ്പതികളും. ഡ്രൈവർ ഉറങ്ങിയത് അപകട കാരണമായെന്ന് ഗതാഗത മന്ത്രി. മെക്സവനിൽ നിലപാട് തിരുത്തി CPM. എതിർക്കേണ്ട കാര്യമില്ലെന്ന് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനൻ. മെക്സവനെ ഹൈജാക്ക് ചെയ്യുന്നുവെന്നാണ് പറഞ്ഞതെന്ന് വിശദീകരണം. UDFിൽ ചർച്ചയായി PV അൻവറിന്റെ കോൺഗ്രസ് പ്രവേശന നീക്കം. അൻവർ അടഞ്ഞ അധ്യായമല്ലെന്ന് രഹസ്യമായി സമ്മതിച്ച് കോൺഗ്രസ് നേതാക്കൾ. ഡൽഹിയിലെ കൂടിക്കാഴ്ച വാർത്ത നിഷേധിച്ച് KC വേണുഗോപാൽ. തലസ്ഥാനത്ത് നൈറ്റ് ക്ലബിൽ ഗുണ്ടാ സംഘങ്ങൾ ഏറ്റുമുട്ടുന്ന ദൃശ്യം പുറത്ത്. ഏറ്റുമുട്ടിയത് ഓം പ്രകാശിന്റെയും എയർപോർട്ട് സാജന്റെയും സംഘങ്ങൾ. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ നാളെ അവതരിപ്പിക്കില്ല. ബില്ലുകളുടെ പട്ടിക പുതുക്കി. ബില്ലിന്റെ പകർപ്പുകൾ MP-മാർക്ക് വിതരണം ചെയ്തു. ഉത്തരേന്ത്യയിൽ അതിശൈത്യം. ഡൽഹിയിൽ താപനില 5 ഡിഗ്രി സെൽഷ്യസിൽ താഴെയായി. ജമ്മുവിൽ സ്കൂളുകൾക്ക് ശൈത്യകാല അവധി. സന്തോഷ് ട്രോഫിയിൽ സന്തോഷത്തോടെ തുടങ്ങി കേരളം. ഗോവയ്ക്കെതിരായ ത്രില്ലർ മത്സരത്തിൽ 3-നെതിരെ 4 ഗോളുകളുടെ വിജയം. വിശദമായി കിടക്കുമ്പോൾ മഹാരാഷ്ട്രയിൽ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ 4 മണിക്ക് നടക്കും. 3 ആഴ്ചത്തെ അനിശ്ചിതത്വത്തിന് ഒടുവിലാണ് ദേവേന്ദ്ര ഫട്നാവിസ് മന്ത്രിസഭ നാഗ്പൂരിലെ നിയമസഭാ മന്ദിരത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. 34 മന്ത്രിമാരാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുക. സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പായി ദേവേന്ദ്ര ഫട്നാവിസിന്റെ റോഡ് ഷോയ്ക്ക് നാഗ്പൂരിൽ തുടക്കമായി. മഹാരാഷ്ട്രയിൽ ഒടുവിൽ BJP നേതൃത്വം നൽകുന്ന സർക്കാർ അധികാരത്തിൽ ഏറ്റുന്നു. മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങുകളാണ് ഇന്ന് വൈകിട്ട് 4 മണിക്ക് നടക്കുന്നത്. MG മിഥുൻ ചേരുന്നു. മിഥുൻ, ഏറെ അനിശ്ചിതത്വങ്ങൾ ഉണ്ടായിരുന്നു. ആർക്കാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനം എന്നത് ആശയക്കുഴപ്പമുണ്ടായി. ആഭ്യന്തര വകുപ്പെന്ന ആവശ്യം, ഇതൊക്കെ വലിയ ആശയക്കുഴപ്പമുണ്ടാക്കിയതാണ്. ഒടുവിൽ ഇതിനെല്ലാം സമവായം ഉണ്ടാക്കിക്കൊണ്ടാണോ ഇപ്പോൾ മന്ത്രിസഭാ വികസനം നടക്കുന്നത്?
സജിത, ആദ്യം മുഖ്യമന്ത്രി ആരെന്നതിലടക്കമുള്ള തർക്കങ്ങളായിരുന്നു മഹായുതി സർക്കാരിനെ വലിയ രീതിയിൽ വലച്ചത് എങ്കിൽ പിന്നീട് അത് മന്ത്രിസഭാ രൂപീകരണത്തിലേക്ക് കടക്കുകയും ചെയ്തു. ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന് ഏകനാഥിന്റെ ആ രീതിയിലേക്ക് പോയതിന് പിന്നാലെ അതിന്റെ ചർച്ചകൾ വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഏകദേശം 3 ആഴ്ചത്തോളമായി രണ്ട് ഉപമുഖ്യമന്ത്രിമാർ സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ട് അതിനുശേഷവും ഇത് കീറാമുട്ടിയായി നീങ്ങുന്ന കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ഒടുവിൽ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ് BJP കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടലോടുകൂടി ഏകനാഥിന്റെ അനുനയിപ്പിച്ചു കൊണ്ട് ഒരു മന്ത്രിസഭാ രൂപീകരണത്തിലേക്ക് കടക്കാൻ സാധിക്കുകയും ചെയ്ത് ഏതൊക്കെ വകുപ്പുകൾ നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇനി വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും നിലവിൽ കഴിഞ്ഞ ഏകനാഥിന്റെ മന്ത്രിസഭയിലെ ശിവസേനയിൽ നിന്നുള്ള മന്ത്രിമാരിൽ ഉദയ് സാമന്ത്, ശംഭുരാജ് ദേശായി, ഗുലാബ് റാവു പാട്ടീൽ, ദാദാ ഭുസെ, സഞ്ജയ് റാത്തോഡ് എന്നിവർ ഇത്തവണയും നിലനിൽക്കും. മന്ത്രിമാരായി ഇന്നും സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ചില പ്രമുഖ ശിവസേന നേതാക്കൾ മന്ത്രിസഭയിൽ ഉൾപ്പെടാൻ സാധ്യതയില്ല. കഴിഞ്ഞ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന മന്ത്രിമാരിൽ ചില ആളുകൾ, അതായത് ദീപക് കെ സർക്കാർ, താനാജി സാവന്ത്, അബ്ദുൾ സത്താർ എന്നിവരുടെ പേരുകൾ ഇത്തവണ മന്ത്രിസഭയിലേക്ക് ശിവസേന നൽകിയിട്ടില്ല എന്നുള്ള സൂചനകൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. അതിന് പുറമെ പുതുമുഖങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ശിവസേന ഇത്തവണ മുന്നോട്ട് നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. 13 മന്ത്രിമാരെയാണ് ഇത്തവണ ഏകനാഥിന്റെ വിഭാഗത്തിന്റെ ശിവസേനയ്ക്ക് നൽകിയിരിക്കുന്നത്. അതിൽ സഞ്ജയ് ഷിർസാദ്, ഭരത് ഗോഗൈവാലെ, പ്രകാശ് അംബേദ്കർ, യാഗേഷ് കദം, ആശിഷ് ജയ്സ്വാൾ, പ്രതാപ് സർനായിക് എന്നിവരടക്കം ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് അറിയാൻ സാധിക്കുന്നു. ഇവരൊക്കെ പുതുമുഖങ്ങളാണ്. പുതുമുഖമായിട്ടുള്ള ഇത്തവണ വിജയിച്ചു കയറിയിട്ടുള്ള MLA-മാരാണ്. അവരെയൊക്കെ തന്നെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം BJP-യിൽ 14 മന്ത്രിമാരാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഈ 14 പേരിൽ നിരവധി പ്രമുഖ MLA-മാർ മന്ത്രിസഭയിൽ ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ്. നിതീഷ് റാണെ, ശിവേന്ദ്ര രാജെ, ഗിരീഷ് മഹാജൻ, മേഘ്ന ബോർഡിക്കർ, പങ്കജ മുണ്ടെ, ജയകുമാർ റാവൽ, മംഗൾ പ്രഭാത് ലോധ എന്നിവർക്ക് ഇൻഡക്ഷൻ കോളുകൾ ലഭിച്ചതായിട്ടുള്ള സൂചനകളാണ് പുറത്തുവരികയും ചെയ്യുന്നത്. അങ്ങനെ കഴിഞ്ഞ തവണ മന്ത്രിസഭയിലുള്ള നിരവധി പ്രമുഖർ BJP-യിൽ നിന്നും കൂടുതൽ പുതുമുഖങ്ങൾ കൂടി ഇത്തവണ മന്ത്രിസഭയിൽ ഉൾപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം NCPക്ക് 7 മന്ത്രിമാരാണ് നൽകിയിട്ടുള്ളത്. 7 മന്ത്രിമാരിൽ അദിതി തർക്കരെ, ബാബാ സാഹേബ് പാട്ടീൽ, ദത്താത്രേയ ഭരണെ, ഹസൽ മുഷ്രിഫ്, നർഹരി സിർവാൽ എന്നിവർ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് അജിത് പവാർ നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഏറെ നാളത്തെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ മഹായുതി സർക്കാർ അധികാരമേറ്റതിനു ശേഷം ഇപ്പോൾ മന്ത്രിമാർ കൂടി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ്. 4 മണിക്ക് നാഗ്പൂർ മണ്ഡലത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുന്നത്. അതിന് മുന്നോടിയായി മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ റോഡ് ഷോ നടക്കുകയാണ്. വലിയ ജനാവലി തന്നെയാണ് ഈ ഒരു റോഡ് ഷോയിൽ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഉപമുഖ്യമന്ത്രിമാർ ഏകനാഥ് ഷിൻഡെ ഒപ്പം തന്നെ അജിത് പവാർ ഇവർ രണ്ടുപേരും ഈ ഒരു റോഡ് ഷോയിൽ പങ്കെടുക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. പക്ഷേ എങ്കിൽ കൂടിയും ഈ അനിശ്ചിതത്വങ്ങൾക്ക് താൽക്കാലികമായി വിരാമമിടാൻ സാധിച്ചു BJP നേതൃത്വത്തിന് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതാണ് സാഹചര്യം. എന്തായാലും മഹാരാഷ്ട്രയിൽ ഒടുവിൽ മന്ത്രിസഭാ വികസനം സാധ്യമായി. പക്ഷേ വകുപ്പുകൾ ഏതൊക്കെ, അതിൽ ആശയക്കുഴപ്പം ഇപ്പോഴും ഒരു വ്യക്തത പൂർണ്ണമായിട്ടില്ല. 2025 ഡൽഹി തെരഞ്ഞെടുപ്പിനുള്ള 38 സ്ഥാനാർത്ഥികളുടെ 4ാമത്തെ പട്ടിക ആം ആദ്മി പാർട്ടി പുറത്തിറക്കി. ഡൽഹി മുൻ മുഖ്യമന്ത്രി ഷീല ദീക്ഷിത്തിന്റെ മകൻ സന്ദീപ് ദീക്ഷിത്തിനെതിരെ അരവിന്ദ് കെജ്രിവാൾ ന്യൂഡൽഹിയിൽ നിന്ന് മത്സരിക്കും. ഡൽഹി മുഖ്യമന്ത്രി അതിഷി കൽക്കാജിയിൽ നിന്നായിരിക്കും മത്സരിക്കുക. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ സർക്കാർ തിങ്കളാഴ്ച ലോക്സഭയിൽ അവതരിപ്പിക്കില്ല. നാളത്തെ ബിസിനസ് അജണ്ടയായി ബിൽ പട്ടികയിൽ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് അത് ഒഴിവാക്കുകയായിരുന്നു. ബില്ലിന്റെ പകർപ്പുകൾ MP-മാർക്ക് നേരത്തെ വിതരണം ചെയ്തിരുന്നു. ലോക്സഭയിൽ നാളത്തെ ബിസിനസ് അജണ്ടയിൽ വരേണ്ട ബില്ലുകളുടെ പട്ടിക പുതുക്കി. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ ഒഴിവാക്കിയാണ് പട്ടിക പുതുക്കിയത്. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ഡിസംബർ 20-നാണ് അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരിന് ഇനി അധികം ദിവസങ്ങളില്ല എന്നും വ്യക്തമാണ്. സാമ്പത്തിക ഗ്രാന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ലോക്സഭയിൽ പൂർത്തിയാക്കിയ ശേഷമാകും ബില്ലുകൾ അവതരിപ്പിക്കുക എന്നാണ് വിവരം. ഡിസംബർ 12-നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര മന്ത്രിസഭ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പിലാക്കുന്നതിനാവശ്യമായ ഭരണഘടനാ ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകിയത്. 2 കരട് നിയമങ്ങൾക്കാണ് ക്യാബിനറ്റിന്റെ അംഗീകാരം. അതിൽ ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതി ബിൽ ലോക്സഭയിലേക്കും സംസ്ഥാന അസംബ്ലികളിലേക്കും ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടത്തുന്നതുമായി ബന്ധപ്പെട്ടതാണ്. രണ്ടാമത്തേത് 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തുന്നതുമായി ബന്ധപ്പെട്ടതാണ്. ആദ്യ ബില്ലിന് ഭരണഘടനാ ഭേദഗതി ആവശ്യമായതിനാൽ പാസ്സാകാൻ 3/2 ഭൂരിപക്ഷം വേണം. രണ്ടാമത്തെ ബില്ലിന് സഭയിൽ കേവല ഭൂരിപക്ഷം മതി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രകടന പത്രികയിൽ BJP നിയമം നടപ്പാക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കേരളത്തിലെ നിരത്തുകൾ മുമ്പെങ്ങുമില്ലാത്ത വിധം ജീവൻ കവർന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്.
അപകടങ്ങളുടെ എണ്ണം ദിവസം തോറും വർദ്ധിക്കുന്നു. എന്തുകൊണ്ടാണ് കേരളത്തിലെ റോഡുകൾ ഇങ്ങനെ അപകടക്കെണി ഒരുക്കുന്നത്? ഇതെങ്ങനെ പരിഹരിക്കാം? ഈ ഉത്തരങ്ങൾ കണ്ടെത്താനുള്ള ദൗത്യം ന്യൂസ് 18 ഏറ്റെടുത്തിരിക്കുകയാണ്. സംസ്ഥാനത്തെങ്ങുമുള്ള അപകട മേഖലകളിലൂടെയായിരുന്നു ഇന്ന് ഞങ്ങളുടെ വാർത്താ സംഘത്തിൻ്റെ യാത്ര. കാണാം. ആലപ്പുഴ കളർകോട് ജംഗ്ഷനിൽ 6 മെഡിക്കൽ വിദ്യാർത്ഥികൾ. ആ ഞെട്ടൽ മാറും മുമ്പ് പാലക്കാട് കല്ലടിക്കോട് പനയമ്പാടത്ത് ലക്ക് കെട്ടുവന്ന ലോറി കവർന്നെടുത്തത് 4 സ്കൂൾ വിദ്യാർത്ഥികളുടെ ജീവൻ. ആ കുരുന്നുകളുടെ, കൂട്ടുകാരുടെയും ബന്ധുക്കളുടെയും നിലവിളി നമ്മുടെ കാതുകളിൽ നിന്ന് അകലും മുമ്പ് ഇന്ന് രാവിലെ കോന്നി കൂടലിൽ നവദമ്പതിമാരടക്കം 4 പേർ. കേരളം അപകടങ്ങളുടെ സ്വന്തം നാടാവുകയാണോ? മികച്ച റോഡുകൾ വന്നപ്പോൾ അപകടങ്ങളുടെ തോത് കൂടിയോ? അതോ അശ്രദ്ധയും അമിതവേഗവുമാണോ വില്ലനാകുന്നത്? നമ്മുടെ യാത്രകൾ ശുഭയാത്രകളാകാൻ എന്താണ് വേണ്ടത്? നാല് സ്കൂൾ കുട്ടികളുടെ ജീവനെടുത്ത പനയമ്പാടത്തെ റോഡിന്റെ പ്രശ്നമെന്തെന്ന് ആ റോഡിലൂടെ തന്നെ സഞ്ചരിച്ചാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ദേശീയപാത 66-ലെ പതിവ് അപകട മേഖലയായ കൊച്ചി ചക്കരപ്പറമ്പിൽ അമിതവേഗവും അശ്രദ്ധയും വലിയൊരു പരിധിവരെ അപകട കാരണമാണെന്ന് നാട്ടുകാർ തന്നെ പറയുന്നു. കോഴിക്കോട് മുക്കത്ത് മാടാമ്പുറം വളവ് അപകടക്കെണിയായത് റോഡ് പുതുക്കി നിർമ്മിച്ച ശേഷമാണ്. ഞങ്ങളുടെ വാർത്താസംഘം എത്തിയ ദിവസവും അപകടമുണ്ടായ സ്ഥലമാണ് കൊട്ടാരക്കരയിൽ MC ഏനാത്ത് മുതൽ കലയപുരം വരെയുള്ള ഭാഗം. നിരവധി പേർ റോഡിൽ ചതഞ്ഞെരഞ്ഞു മരിച്ചിട്ടും ഒരു തിരുത്തലുമുണ്ടാകാത്ത റോഡാണ് തിരുവനന്തപുരം ചാക്ക മുതൽ തിരുവല്ലം വരെയുള്ള ദേശീയപാത ബൈപ്പാസ്. ഇപ്പോഴും അപകടങ്ങൾക്കും മരണങ്ങൾക്കും കുറവില്ല. കൊച്ചിയിലെ അപകടങ്ങൾക്കൊട്ടും കുറവില്ലാത്ത സീപോർട്ട് എയർപോർട്ട് റോഡിന് ശാപമായിരിക്കുന്നത് അമിതവേഗവും അശാസ്ത്രീയമായ റോഡ് ഘടനയും തന്നെയാണ്. പരിഹാര നിർദ്ദേശങ്ങൾ ഏറെയുണ്ടായിട്ടും സ്ഥിതി പഴയത് തന്നെ. ഈ റോഡിലെ പൂജാരി വളവിലാണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. കൊടും വളവും കുത്തനെയുള്ള ഇറക്കവും തന്നെയാണ് വളാഞ്ചേരിയിലെ വട്ടപ്പാറ വളവിലെ അപകട വഴിക്ക് കാരണം. എറണാകുളത്തെ വരാപ്പുഴ പാലത്തിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടും അപകടങ്ങൾക്ക് കുറവില്ല. കാരണങ്ങളിൽ പ്രധാനം സ്വകാര്യ ബസ്സുകളുടെ മത്സരപ്പാച്ചിലും അശ്രദ്ധയും തന്നെ. കാസർഗോഡ് പടന്നക്കാട് മേൽപ്പാലത്തിൽ വില്ലനാകുന്നത് നിർമ്മാണത്തിലെ അപാകതകളും സമയാസമയങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്താത്തതുമാണ്. ഇതൊന്നും അധികാരികൾ മുഖവിലക്കെടുക്കുന്നില്ല എന്ന വലിയ പരാതിയുണ്ട് ഇവിടുത്തുകാർക്ക്. അമിത വേഗതയും റോഡ് നിർമ്മാണത്തിലെ പിഴവുകളുമാണ് വാമനപുരം പുളിമാത്ത് റോഡ് മരണപാതയാകാൻ വഴിവെക്കുന്നത്. എറണാകുളം കുണ്ടന്നൂരിൽ റോഡ് നിർമ്മാണത്തിൽ ശ്രദ്ധ വയ്ക്കാതിരുന്നതാണ് അപകടങ്ങൾ കൂട്ടുന്നത്. തൃശൂർ മണ്ണുത്തി ദേശീയപാതയിലെ അപകടക്കെണിയായ മുല്ലക്കര മുളയം റോഡ് ജംഗ്ഷനിൽ പരിഹാരം ആകാശപാത നിർമ്മിക്കലാണ്. കുട്ടികളടക്കം നിരവധി പേരാണിവിടെ അപകടത്തിൽപ്പെടുന്നത്. പാറശാല പരശുവയ്ക്കൽ മുതൽ കളിയിക്കാവിള വരെയുള്ള 5 കിലോമീറ്റർ ദൂരം അപകടങ്ങളാണ് നിത്യവും. തലസ്ഥാന ജില്ലയിൽ തന്നെയുള്ള വട്ടപ്പാറ വെമ്പായം റോഡിൽ വീതി കുറവാണ് യാത്രക്കാരുടെ ജീവന് ഭീഷണിയാകുന്നത്. കാൽനടയാത്ര പോലും മരണക്കളിയാണ് ഈ റോഡിൽ. ഓരോ യാത്രയും ശുഭപര്യവസായിയാകണമെന്ന് ആഗ്രഹിക്കുന്ന നമുക്ക് ഈ അപകടക്കെണികളില്ലാത്ത നിരത്തുകൾ വേണം. അതിനായുള്ള നടപടികളെടുക്കാൻ ഉത്തരവാദിത്തമുള്ളവർ സത്വര ശ്രദ്ധ വയ്ക്കണമെന്നതാണ് ഞങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാനുള്ള നിർദ്ദേശം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സങ്കട ഞായറായി ഇന്നും അപകടം. പത്തനംതിട്ട കോന്നി മുറിഞ്ഞകല്ലിൽ വാഹനാപകടത്തിൽ നവദമ്പതികൾ ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ 4 പേർക്ക് ദാരുണാന്ത്യം. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സുമായി കുടുംബം സഞ്ചരിച്ച കാർ കൂട്ടിയിടിക്കുകയായിരുന്നു. കാർ യാത്രക്കാരായ മല്ലശ്ശേരി സ്വദേശികളാണ് മരിച്ചത്. പാലക്കാട് പനയമ്പാടം അപകടത്തിന്റെ ഞെട്ടൽ മാറും മുൻപാണ് 4 ജീവനുകൾ കൂടി നിരത്തിൽ പൊലിഞ്ഞത്. പുലർച്ചെ 4 മണിയോടെ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ മുറിഞ്ഞകല ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് മടങ്ങിവരികയായിരുന്ന കോന്നി മല്ലശ്ശേരി സ്വദേശികൾ സഞ്ചരിച്ച കാറും ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ശബരിമല തീർത്ഥാടകരുടെ ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. കാർ യാത്രക്കാരായ മത്തായി ഈപ്പൻ,
ബിജു പി ജോർജ്, ദമ്പതികളായ അനു, നിഖിൽ എന്നിവരാണ് മരിച്ചത്. ഇക്കഴിഞ്ഞ നവംബർ 30-നായിരുന്നു നിഖിലിന്റെയും അനുവിന്റെയും വിവാഹം. മലേഷ്യയിൽ മധുവിധുവിനു പോയ ഇവരെ വിമാനത്താവളത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുമ്പോഴാണ് അപകടം. നമ്മൾ 4 മണിയാകുമ്പോൾ ഈ ഭീകരമായ സൗണ്ട് കേട്ടോണ്ടാണ് എഴുന്നേക്കുന്നത്. വന്ന് നോക്കുമ്പോഴത്തേക്കും ഇടി കഴിഞ്ഞ് ഇടിച്ച് കിടക്കുന്ന കാണാം. പിന്നെ 4 പേരുണ്ടായിരുന്നു വണ്ടിക്കകത്ത്. അപ്പോഴത്തേനും അയ്യപ്പന്മാരെ ഒരാൾക്ക് കാലിനൊരു ഫ്രാക്ചർ ഉണ്ടായിരുന്നു. നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല, അതുപോലെ ഇതായിരുന്നു. പിന്നെ ആ ചേച്ചിക്ക് മാത്രം ഒരു ജീവൻ ഉണ്ടായിരുന്നു. ആദ്യം ഞങ്ങൾ വലിച്ചിളക്കി, ഡോർ വലിച്ചിളക്കി. അപ്പോഴത്തേന് ആംബുലൻസ് വന്നു കഴിഞ്ഞപ്പോഴത്തേന് കോന്നിയിലോട്ടാണ്, ഗവൺമെന്റിലോട്ടാന്നാ പറഞ്ഞു. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയില്ല. 4 പേരും മരണപ്പെട്ടില്ലേ? സ്പോട്ടിൽ 3 പേര് മരിച്ചു. നമുക്ക് അവരെ ഇറക്കാൻ ഒരു നിർവാഹമില്ല. ഞാനും പപ്പയും മാത്രം ഉള്ളായിരുന്നു. കാർ ഓടിച്ചിരുന്നയാൾ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഡ്രൈവർ ഉറങ്ങിപ്പോയി, ഡ്രൈവ് ചെയ്തിരുന്ന വ്യക്തി ഉറങ്ങിപ്പോയി എന്ന് മനസ്സിലാക്കുന്നു. ഉറക്കം വന്നാൽ ഉറങ്ങുക എന്നൊരു ഡ്രൈവിംഗ് സംസ്കാരം നമുക്കുണ്ടാകണം. പക്ഷെ ആ വീടിനോട് അടുത്തെത്തിയിട്ടാണ് ഈ അപകട സമയത്ത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഉറക്കം വന്നതാണ്. അപ്പോൾ അദ്ദേഹം വീട്ടിൽ ഇനി കുറച്ച് ദൂരമല്ലേ ഉള്ളൂ, 7 കിലോമീറ്റർ വീട്ടിലെത്തിയിട്ട് ഉറങ്ങാം എന്ന് കരുതി കാണും. തുടർച്ചയായി അപകടമുണ്ടാകുന്ന മേഖലയാണ് മുറിഞ്ഞകല്ല് ജംഗ്ഷൻ. ഈ മാസം മാത്രം പ്രദേശത്ത് 4 അപകടങ്ങളുണ്ടായി. റോഡിന്റെ അപാകതയും സിഗ്നൽ ബോർഡുകൾ സ്ഥാപിക്കാത്തതും അപകടത്തിന് കാരണമാകുന്നുണ്ടെന്നാണ് നാട്ടുകാരുടെ പരാതി. റോഡ് സേഫ്റ്റി അതോറിറ്റിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം തുടർ നടപടി കൈക്കൊള്ളുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ന്യൂസ് 18 പത്തനംതിട്ട. കാർ ഓടിച്ചിരുന്നയാൾ ഉറങ്ങിപ്പോയത് തന്നെയാണ് അപകട കാരണമെന്നാണ് പോലീസും MLAയും സമീപവാസികളും പറയുന്നത്. അടുത്ത കാലത്ത് നിർമ്മാണം പൂർത്തീകരിച്ചു വരുന്ന പുനലൂർ മൂവാറ്റുപുഴ ഈസ്റ്റേൺ ഹൈവേയിൽ എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? കാണാം സംഭവ സ്ഥലത്തു നിന്നുള്ള ഒരു റിപ്പോർട്ട്. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് അപകടത്തിൽപ്പെട്ട ബസ്സാണ്. ഇത് അയ്യപ്പന്മാർ സഞ്ചരിച്ചിരുന്ന ബസ്സാണ്. തെലങ്കാനയിൽ നിന്നുള്ള അയ്യപ്പ സംഘമാണ് ഈ ബസ്സിലുണ്ടായിരുന്നത്. ഈ ബസ് പൂർണ്ണമായും വലതുവശത്തായിരുന്നു. അത് പിന്നീട് പോലീസും ഫയർഫോഴ്സും ഒക്കെ ചേർന്ന് ഈ ഭാഗത്തേക്ക് മാറ്റിയിട്ടതാണ്. ഈ തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് മുന്നിലേക്ക് പോവുകയായിരുന്ന കാർ, നമുക്കിപ്പോൾ ഈ റോഡ് കാണാം. ഈ റോഡിന്റെ ഇടതുവശത്തു കൂടിയാണ് കാർ സഞ്ചരിച്ചിരുന്നത്. എന്നാൽ ഈ കാർ ഓടിച്ചിരുന്ന ആൾ ഉറങ്ങിപ്പോയത് കൊണ്ട് അപകടം സംഭവിച്ചു എന്നാണ്. അതായത് ഇടതുവശത്തു കൂടി സഞ്ചരിച്ചിരുന്ന, ഇപ്പോൾ ഈ പോകുന്ന കാർ പോകുന്ന മാതിരി തന്നെ സഞ്ചരിച്ചിരുന്ന വാഹനം വലതുവശത്തേക്ക് മാറുന്നു. അത് ഈ പുലർച്ചെ വണ്ടി ഓടിച്ചിരുന്നയാൾ, കാർ ഓടിച്ചിരുന്നയാൾ ഉറങ്ങിപ്പോയത് കൊണ്ട് സംഭവിച്ച കാര്യമെന്നാണ് പറയുന്നത്. ഇവിടെ വളവാണ്, നമുക്ക് കാണാം. ഈ ബസ് നിൽക്കുന്നതിനും കുറച്ച് മുന്നിലാണ് ഈ അപകടം സംഭവിക്കുന്നത്. ഇപ്പോൾ ഒരു കാർ കടന്നു പോകുന്നു, ആ ഭാഗത്താണ് ഈ അപകടം സംഭവിക്കുന്നത്. അവിടെ ഒരു ഇറക്കവും വളവും ചേർന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ നിയന്ത്രണം വിട്ടു പോകുന്ന സാഹചര്യങ്ങൾ. മറ്റൊന്ന്, ഈ ഡിവൈഡറുകൾ ഇല്ല എന്നത് ഒരു വലിയ പ്രശ്നമായി പറയുന്നുണ്ട്. ശക്തമായ ഡിവൈഡറുകൾ ഇല്ലാത്തത് ഒരു പ്രശ്നമാണ്. രാത്രി സമയങ്ങളിൽ നടക്കുന്ന ഓവർടേക്കിംഗ് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. പ്രകാശമില്ലാത്ത പ്രശ്നങ്ങൾ, പല സ്ഥലത്തും പ്രോപ്പറായ ലൈറ്റില്ല, കൃത്യമായ വെളിച്ചമില്ല, ഇത് മറ്റൊരു പ്രശ്നമാണ്. പിന്നെ റോഡിന്റെ നിർമ്മിതിയിലെ അശാസ്ത്രീയത, താഴ്ന്നും ഉയർന്നും ഉള്ള ചില നിർമ്മിതികളുണ്ട്. ഈ നാഷണൽ ഹൈവേയുടെയും അതോടൊപ്പം തന്നെ MC റോഡിൻ്റെയും ഒക്കെ ഭാഗമായി വരുമ്പോൾ അപകടം പതിയിരിക്കുന്ന 12 സ്ഥലങ്ങളാണ് പൊതുവിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 12 സ്പോട്ടുകളാണ്. നേരത്തെ ഈ അപകടം നടക്കുന്ന മേഖലകൾ എന്ന നിലയ്ക്കാണ് ഈ സ്പോട്ടുകൾ തരംതിരിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ഒരു റീച്ചായാണ് പരിഗണിക്കുന്നത്. അതായത് 10 കിലോമീറ്റർ വരെയൊക്കെയുള്ള റീച്ചുകൾ, 5 കിലോമീറ്ററിനും 10 കിലോമീറ്ററിനും ഇടയ്ക്ക് വരുന്ന റീച്ചുകളായി തരംതിരിച്ചാണ് ഈ അപകട മേഖല കണക്കാക്കുന്നത്. അവിടെ കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ, അവിടെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ കൃത്യമായ ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട്, പോലീസിന്റെ ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട്. അപകടത്തിൽ മരിച്ച 4 പേരുടെയും പോസ്റ്റ്മോർട്ടം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പൂർത്തിയായി. ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ മൃതദേഹം ഇടത്തിട്ടയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നിഖിലിന്റെ സഹോദരി അടക്കം വിദേശത്തുള്ള ബന്ധുക്കൾ എത്തിയ ശേഷം കോന്നി പൂങ്കാവ് കത്തോലിക്ക പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ജനറൽ ആശുപത്രിയിലെ മുൻ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്ന ബിജു പി ജോർജിന്റെ മൃതദേഹം ജീവനക്കാരുടെ ആവശ്യപ്രകാരം ആശുപത്രിയിൽ പൊതുദർശനത്തിന് വെച്ചു. മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ, നേതൃത്വം നിഷേധിച്ചെങ്കിലും PV അൻവറിന്റെ രാഷ്ട്രീയ പ്രവേശനം അൻവർ അനുയായികൾക്കിടയിലും UDF-നിടയിലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ചർച്ച പുറമേക്ക് നിഷേധിക്കുന്നുണ്ടെങ്കിലും അൻവറിന്റെ കോൺഗ്രസ് പ്രവേശനം അടഞ്ഞ അധ്യായമല്ലെന്നാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. PV അൻവർ ഡൽഹിയിലെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്ത അതേസമയം നിഷേധിക്കുകയാണ് KC വേണുഗോപാൽ.
കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തല മുൻകൈയെടുത്ത് PV അൻവറിനെ കോൺഗ്രസിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ സജീവമാക്കിയെന്നായിരുന്നു ന്യൂസ് 18 കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട വാർത്ത. ഈ നീക്കങ്ങളുടെ ഭാഗമായി രമേശ് ചെന്നിത്തലയുടെ സാന്നിധ്യത്തിൽ PV അൻവർ ഡൽഹിയിലെത്തി KC വേണുഗോപാലുമായി ചർച്ച നടത്തിയെന്നും വിശ്വസനീയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വാർത്ത പുറത്തുവന്നു. എന്നാൽ ഇത് നിഷേധിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം PV അൻവർ രംഗത്തെത്തി. പിന്നാലെ കൊച്ചിയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കവെയാണ് KC വേണുഗോപാലും കൂടിക്കാഴ്ച നടന്നിട്ടില്ലെന്ന് വ്യക്തമാക്കിയത്. ഞാൻ ചർച്ച നടത്തി, എന്റെ വീട്ടിൽ വന്ന് ചർച്ച നടത്തി എന്ന് പറയുമ്പോൾ അതെങ്ങനെ ഒരു മാധ്യമം എങ്ങനെ അങ്ങനെ റിപ്പോർട്ട് ചെയ്യും? അതിന്റെ ആ മെറിറ്റിലേക്ക് ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു അവസരം വന്നാലല്ലേ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണ്ടു. ഡൽഹിയിലെ കൂടിക്കാഴ്ച നടന്നിട്ടില്ലെന്ന് PV അൻവറും KC വേണുഗോപാലും ചർച്ചകൾക്ക് മുൻകൈയെടുത്ത രമേശ് ചെന്നിത്തലയും ആവർത്തിക്കുമ്പോഴും കോൺഗ്രസ് ക്യാമ്പിൽ അഭ്യൂഹങ്ങൾ സജീവമാണ്. സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കാതെ ഡൽഹിയിൽ വെച്ച് ചർച്ച നടത്തിയത് എന്തിനെന്നതാണ് സംസ്ഥാന കോൺഗ്രസ് നേതാക്കളെ കുഴപ്പിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. മെക്സവൻ വിവാദത്തിൽ മലക്കമറിഞ്ഞ് CPM. കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനാണ് ഈ നിലപാട് മാറ്റം നടത്തിയത്. മെക്സവനെ തള്ളിപ്പറഞ്ഞിട്ടില്ല. പൊതു ഇടങ്ങളിൽ വർഗീയ ശക്തികൾ നുഴഞ്ഞു കയറുന്നതിനെതിരായ ജാഗ്രതാ നിർദ്ദേശം മാത്രമായിരുന്നു എന്നതാണ് അദ്ദേഹം നൽകുന്ന വിശദീകരണം. രാഷ്ട്രീയ മതചിന്തകൾക്ക് അതീതമായ പൊതു ഇടമാണ് മെക്സവൻ. ഇത്തരമിടങ്ങളിൽ പോപ്പുലർ ഫ്രണ്ട്, ജമാഅത്തെ ഇസ്ലാമി, RSS തുടങ്ങിയ സംഘടനകൾ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നുണ്ടെന്നും P. മോഹനൻ പറഞ്ഞു. മെക്സവനെ സംബന്ധിച്ച് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അതിനെ എതിർക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ലല്ലോ. ചൂണ്ടിക്കാണിച്ച കാര്യം അതുപോലുള്ള പൊതുവേദികളിലും പൊതു ഇടങ്ങളിലും സമീപകാലത്ത് അപൂർവം ചിലയിടത്ത് ആളുകളെല്ലാം കക്ഷി മതപരിഗണനകൾക്കെല്ലാം അതീതമായി ഒത്തുചേരുന്ന പൊതു ഇടങ്ങളിൽ ഉൾപ്പെടെ ജമാഅത്തെ ഇസ്ലാമി, SDPI, സംഘപരിവാർ ഇതുപോലുള്ള മതരാഷ്ട്രവാദികളും മതമൌലികവാദികളും വർഗീയ ചിന്ത പ്രചരിപ്പിക്കുന്നവരും എല്ലാം നുഴഞ്ഞു കയറിയിട്ട് അവരുടെ ഗൂഢ അജണ്ടയുടെ പ്രചാരണത്തിന്റെ മറയായിട്ട് ചിലയിടത്ത് ഉപയോഗിക്കുന്ന പൊതുവെ സമൂഹത്തിലുണ്ട്. രക്ഷാദൌത്യത്തിന് തുക ആവശ്യപ്പെട്ട കേന്ദ്രത്തിന്റെ നിലപാട് മുറിവിൽ മുളകു പുരട്ടുന്ന സമീപനമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. കേരളത്തിന് സഹായം ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല അപഹസിക്കുക കൂടി ചെയ്യുകയാണ് കേന്ദ്ര സർക്കാർ. കേന്ദ്രം ഫണ്ട് അനുവദിക്കാത്തത് വയനാട് പുനരധിവാസത്തെ ബാധിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. ദുരന്ത നിവാരണത്തിന് കേന്ദ്രം പണം ചോദിച്ചത് ഹൈക്കോടതിയെ ധരിപ്പിക്കുന്നുവെന്ന് മന്ത്രി K. രാജനും പ്രതികരിച്ചു. പണം നൽകാൻ സംസ്ഥാനത്തിന് കഴിയാത്ത സാഹചര്യം കേന്ദ്രത്തെ അറിയിക്കും. വെള്ളക്കരത്തിന് സമാനമാണ് കേന്ദ്ര നടപടിയെന്ന K. സുരേന്ദ്രന്റെ പ്രസ്താവന നീതീകരിക്കാനാവാത്തതാണെന്നും K. രാജൻ പറഞ്ഞു. മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ ഗോപാലകൃഷ്ണൻ IASന്റെ മല്ലു ഹിന്ദു വാട്സപ്പ് ഗ്രൂപ്പിന് പിന്നിൽ A. ജയതിലക് IAS ആണെന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ലെന്ന് N. പ്രശാന്ത്. കേഡറിൽ ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളത് ഇരുവർക്കുമാണ്. ആരുടെയോ നിർദ്ദേശപ്രകാരമാണ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതെന്ന് ഗോപാലകൃഷ്ണൻ ഗ്രൂപ്പിൽ തന്നെ വ്യക്തമാക്കിയതുമാണ്. ഫോൺ ഫോർമാറ്റ് ചെയ്തതിലൂടെ ഒളിപ്പിക്കേണ്ട ഗുരുതരമായ വിവരങ്ങളോ ചാറ്റുകളോ മായ്ച്ചു കളഞ്ഞിട്ടുണ്ടാകുമെന്ന് ആശങ്കയുണ്ടെന്നും അതാരുമായിട്ടാണ് എന്നതാണ് അന്വേഷിക്കേണ്ടതെന്നും പ്രശാന്ത് Q18 ആരോപിച്ചു. ഗോപാലകൃഷ്ണൻ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയതിന് ശേഷം അതിനകത്ത് മറ്റൊരു ഉദ്യോഗസ്ഥ ചോദിക്കുന്നുണ്ട് എന്താണ് ഗോപാല ഈ ഗ്രൂപ്പ് എന്ന്. അപ്പോൾ ഗോപാല അതിനകത്ത് പറയുന്നത് എൻ്റെ അടുത്ത് ഇത് ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുണ്ടാക്കി എന്നും പറയുന്നുണ്ട്. ഞാൻ കണ്ടിട്ടില്ല ഇത് പക്ഷേ ആധികാരികമായിട്ട് കേട്ടത് തന്നെയാണ്. അപ്പോൾ ഇത് ആരോ പറഞ്ഞിട്ടാണ് പുള്ളി ഇത് ചെയ്തതെന്ന് പറയുന്നുണ്ട്. അതാരാന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതൊക്കെ സ്പെക്കുലേഷൻ ആയതുകൊണ്ട് ഞാൻ അതിലോട്ട് കടക്കുന്നില്ല. പക്ഷേ അത് ആ ഉണ്ടാക്കാൻ പറഞ്ഞ ഒരാൾ ഗോപാലകൃഷ്ണന് സ്വാഭാവികമായിട്ടും പറഞ്ഞാൽ ആര് പറഞ്ഞാലാണ് ഒരാൾ പറഞ്ഞാലല്ലേ അത് ചെയ്യുള്ളൂ. അത് ഡോക്ടർ ജയതിലക് ആകാം വേണമെങ്കിൽ. അങ്ങനെ ഒരു അത് സ്പെക്കുലേറ്റ് ചെയ്യുന്നത് ശരിയല്ല. പക്ഷേ ഇതൊക്കെ കാണുന്ന ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരു വ്യക്തി ഇതൊക്കെ ആലോചിക്കും അല്ലേ? ഇതൊക്കെ ആലോചിക്കും. ഇതിലും വലിയ കാര്യങ്ങൾ ഉണ്ടാവുമെന്നാണ് ആലോചിക്കാമല്ലോ. കാരണം അങ്ങനെയാണെങ്കിൽ മല്ലു വാട്സപ്പ് വിവാദത്തിൽ ഇപ്പോൾ ഒരാൾ മാത്രം സസ്പെൻഷൻ ആയിട്ടുള്ളൂ. മറുവശത്തെ കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. മാത്രമല്ല ഞാൻ വാട്സാപ്പ് ഗ്രൂപ്പ് എന്ന് ചിന്തിക്കുന്നതിനെക്കാട്ടിൽ ആ ഫോർമാറ്റ് ചെയ്യപ്പെട്ട ഫോൺ എന്നുള്ള രീതിയിൽ വേണം യഥാർത്ഥത്തിൽ ചിന്തിക്കാൻ. അതിനകത്ത് എന്തായിരുന്നു, ഇത്ര മറയ്ക്കാൻ എന്താണുള്ളത് എന്ന രീതിയിൽ ചിന്തിക്കണ്ടേ. ഒരു സാധാരണ ഗ്രൂപ്പ് ഉണ്ടാക്കിയാൽ ഇത്ര പാനിക്കാവേണ്ട കാര്യമുണ്ടോ? അഭിപ്രായ സ്വാതന്ത്ര്യം വിലക്കാൻ സ്റ്റേറ്റിന് കഴിയില്ലെന്ന് N. പ്രശാന്ത് IAS. സസ്പെൻഷനിലായ ശേഷവും ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ മാധ്യമങ്ങളുടെ അഭിമുഖം നൽകിയതിന് ചാർജ് മെമ്മോ കിട്ടിയ ശേഷമായിരുന്നു
പ്രശാന്തിൻ്റെ ഈ പ്രതികരണം. മാധ്യമങ്ങളിൽ അഭിമുഖം കൊടുത്തു, അങ്ങനെ ചട്ടലംഘനം നടത്തി, അതുകൂടെ പറഞ്ഞുകൊണ്ടാണ് കുറ്റാരോപണ മെമ്മോ തന്നിരിക്കുന്നത്. അതിനുശേഷമാണ് ഈ അഭിമുഖം. അതാണ് ഞാൻ ചോദിച്ചത്. അതും ഒരു ധാർഷ്ട്യമാണ്. അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഗവൺമെൻറ് സർവീസിൽ ജോയിൻ ചെയ്യുമ്പോൾ നമ്മളുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നത് എൻ്റെ എക്സ്പ്രഷൻ ഓഫ് എൻ്റെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷനാണ്. അത് എക്സ്പ്രസ് ചെയ്യുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അൺകോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് ആരെങ്കിലും എൻ്റെ അടുത്ത് അത് നിർത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുസരിക്കാൻ, കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഇറ്റ് ഡസൻറ്റ് അപ്ലൈ ടു മീ. ഒരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള നേതാക്കന്മാർക്ക് പോലും അവരുടെ പാർട്ടി കേഡർ സംവിധാനങ്ങളും അതെല്ലാം അന്വേഷിക്കേണ്ടേ? ഒരു സിനിമാ താരങ്ങൾക്ക് അവരുടെ സംഘടനയോട് ചോദിക്കുക, അങ്ങനെ എല്ലാത്തിനകത്തും വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ് ചോദിച്ചത്. അപ്പം ആക്ച്വലി വളരെ കറക്റ്റായിട്ടാണ് ചോദ്യം ചോദിച്ചത്. ഓരോ സംഘടനയ്ക്കകത്ത് ഇരിക്കുമ്പോഴും ആ സംഘടനയ്ക്കുള്ള സിസ്റ്റം ഉണ്ട്, അതിന് റെസ്ട്രിക്ഷൻസ് വെക്കാം. ഇവിടെയാണ് ഞാൻ പറയുന്നത് നമ്മൾ ഭരണഘടന വായിക്കണമെന്ന്. ആർട്ടിക്കിൾ 19(1) 2 ഒക്കെ പറയുന്നതാണ്. നമ്മൾ പാർട്ട് 3 പാർട്ട് 3 പറയുന്നത് എന്താണെന്നത് സ്റ്റേറ്റിന് ചെയ്യാൻ പറ്റില്ല എന്നാണ്. സംഘടനകൾക്ക് ചെയ്യാം, സംഘടനയിൽ എന്നിട്ട് അടങ്ങി ഒതുങ്ങി നിന്നില്ലെങ്കിൽ സംഘടനയിൽ നിന്ന് പുറത്താക്കാം. പക്ഷേ സ്റ്റേറ്റിന് ചെയ്യാൻ അവകാശമില്ല. എല്ലാവരുടെ അഭിപ്രായം കേട്ടിട്ട് അതിനനുസരിച്ച് ഓടാനൊന്നും അല്ല നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നത് ശരിയും തോന്നുന്ന സാധനം പറയാനുള്ളത് പറയേണ്ട സമയത്ത് പറയണം. ഇതൊന്നും പറയാൻ പ്രത്യേകിച്ച് ഒരു മുഹൂർത്തവും സാഹചര്യമൊന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ. നാട്ടുകാർ കൈയടിക്കോ ഇല്ലയോ എന്നുള്ളതൊന്നും അല്ല വിഷയം. പറയേണ്ട സമയമാണ് ഇത് ചില കാര്യങ്ങൾ എന്ന് തോന്നുന്നുകൊണ്ട് മാത്രം ഇത് പറയുന്നതാണ്. ഇതെന്നെ കൊണ്ട് പറയിക്കുന്നതുമല്ലേ. ഈ അഭിമുഖത്തിൻ്റെ പൂർണ്ണരൂപം ഇന്ന് രാത്രി 9 മണിക്ക് കാണാം. ഇനി നോക്കാം സ്വർണ്ണം വെള്ളി നിരക്ക്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7140, പവന് 57,120. 18 ക്യാരറ്റ് ഗ്രാമിന് 5895, പവന് 47,160. വെള്ളി ഗ്രാമിന് 97 രൂപ, കിലോഗ്രാമിന് 97,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. പൂർണ്ണമാവുന്നു. നമസ്കാരം.